ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്ക് ആൻഡ് വ്യൂ. ഇന്ന് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു കുർത്തിയുടെ വി നെക്ക് പ്ലീറ്റഡ് കുർത്തിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവരൊന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മളിന്ന് ആദ്യം തന്നെ ചെയ്യുന്നത് ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങും അതേപോലെ തന്നെ നമ്മളുടെ മെയിൻ ക്ലോത്തും കൂടി നല്ല വശവും ചേരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഇതുപോലെ മുകളിലെ ആ ഒരു പീസ് ഉണ്ടല്ലോ, നെക്ക് വിഡ്ത്തിൻ്റെ ആ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നെക്ക് അകന്നു പോവാതെയും അതുപോലെ കുറഞ്ഞു പോവാതെയൊക്കെ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ഇതുപോലെ വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്ന് കുത്താൻ കേട്ടോ. ഇങ്ങനെ വെച്ച ശേഷം ആദ്യം ഒന്ന് പിന്ന് കുത്തിയ ശേഷം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കറക്റ്റ് ഒരു ഫൂട്ടറിൻ്റെ അകലത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻവാസ് യൂസ് ചെയ്യാതെ തന്നെ വളരെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് നെക്കെല്ലാം ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പൊതുവേ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. വളരെ റെയറായിട്ട് ഞാൻ ക്യാൻവാസൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ എക്സ്ട്രാസ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് നോച്ചസ് ഇട്ട് കൊടുക്കാം. ആ ത്രെഡിൽ കൊള്ളാത്ത രീതിയിൽ നോച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് പതിച്ചടിക്കണം എന്നില്ല, കാരണം അത് നല്ല കോട്ടൺ ക്ലോത്താണ്. നിങ്ങൾ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി. പതിച്ചടിച്ചിട്ട് വീണ്ടും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നെക്കെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ട് നമ്മളിതുപോലെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിലേക്ക് ഞാൻ ഒരു 1/4 ഇഞ്ച് മാത്രം വിട്ടിട്ട് ഇതുപോലെ ക്യാൻവാസിനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ചിലാണ് നമ്മൾ ക്യാൻവാസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഒരു സ്റ്റിച്ച് വേണം കൊടുക്കാൻ. ഞാനിപ്പോൾ ജസ്റ്റ് അയൺ ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ മടക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എക്സ്ട്രാ വരണം. എന്നിട്ട് അതാണ് നമ്മളിവിടെ നെക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വേണ്ട പീസ് റെഡിയാക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്ത ശേഷമാണ് നമ്മളിത് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ കുറച്ച് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 2 സൈഡിലേക്കും 1/4 ഇഞ്ച് വീതമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നിവർത്തിയിട്ടിട്ട് നമ്മൾ എടുക്കുമ്പോൾ ലാസ്റ്റ് നിൽക്കേണ്ടത്, അതായത് പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ ടോട്ടൽ ലെങ്ത്ത് നിൽക്കേണ്ടത് 2.5 ഇഞ്ചിലാണ്. ഓക്കെ, നമ്മൾ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം 2.5 ഇഞ്ചാണോ എന്നുള്ളത്. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വൈറ്റ് കളർ ലേസും കൂടി ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ആ വി നെക്കിൻ്റെ ഷേപ്പിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആക്ച്വലി നിങ്ങൾ ഫ്രണ്ട് പോർഷനിൽ ലൈനിങ് വെക്കുമ്പോൾ ഈ ഒരു പീസിൻ്റെ താഴെ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത ശേഷം നെക്ക് ഇതേപോലെ കട്ട് ചെയ്ത ശേഷം ഈ ഒരു പീസിൻ്റെ താഴെ ഇപ്പോൾ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഞാനത് വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് പിന്നൊരു ഉടായ്പൊക്കെ കാണിച്ച് അതിനെ സെറ്റപ്പ് ചെയ്ത് വെച്ചതാണ്. ഇത് എൻ്റെ സിസ്റ്റർക്ക് തന്നെ ഉള്ളതാണ്, ചേച്ചിക്കുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ വീണ്ടും നെക്ക് കഴിച്ചിട്ട് ആദ്യം ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ ചേച്ചിക്ക് ആയതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യരുത്. നിങ്ങളിതാ ഈ ലേസൊക്കെ വെക്കുന്നതിന് മുമ്പ് ഇതേപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ അതേപോലെ ലൈനിങ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ താഴെ വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ നെക്കിൻ്റെ പീസ് വെക്കുമ്പോൾ അതുകൂടി അതിൻ്റെ എഡ്ജും കൂടി ഫിനിഷ് ആയിക്കോളും. ഇനി നമ്മളുടെ നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ എത്തുമ്പോൾ നമ്മളൊരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് താഴേക്ക് ഇറക്കിയിട്ടൊന്ന് ലോക്ക് ചെയ്ത് നിർത്തുക. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പീസ് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇത് നമ്മളിതുപോലെ താഴേന്ന് മുകളിലോട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ ലേസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സൈഡിലും ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇനി നമ്മൾ സെൻറ്റർ പോർഷനിൽ മാത്രം ഇതുപോലെ നമ്മളൊരു വി കട്ട് ഇട്ട് കൊടുക്കണം 2 സൈഡിലും. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ടിട്ട ശേഷം നമുക്കതിനെ താഴേക്ക് ഇതുപോലെ 2 സൈഡിലുള്ള പീസുകൾ താഴേക്ക് മടക്കി വെച്ചിട്ട് അതുപോലെ ഒന്നിന് മേലെ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ വരും. അപ്പോൾ തന്നെ നമ്മൾ ആ വി കട്ട് ഇട്ടത് കൊണ്ട് ആ ഒരു പോർഷൻ ഇതുപോലെ നമുക്ക് മടങ്ങി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എളുപ്പമായിരിക്കും. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെയും കൂടി ഞാൻ ആ വൈറ്റ് ലേസ് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ടുണ്ട്, ആ ഒരു പീസ് മാത്രം. എന്നിട്ട് ഇതുപോലെ നമ്മൾ
പ്ലീറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്തെടുത്ത ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ അടിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസിലാണ് അടിക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്യാതെയാണ് ഇതെല്ലാം ചെയ്തെടുത്തതെന്നുള്ളത്. അതുകൊണ്ട് ഞാനൊരു ഉഡായിപ്പ് പരിപാടി ചെയ്യാൻ പോവാം. ഇതുപോലെ ആ നെക്കിൻ്റെ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് നിർത്തിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്ത് ആ പീസിലുള്ള ആ ഒരു പീസ് മാത്രമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 2 സൈഡും അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. നെക്കിൻ്റെ താഴെയും അങ്ങനെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ലൈനിങ് കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ അതേ അളവിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആം ഹോളും അതുപോലെ താഴെ വരെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും സ്ലിറ്റൊക്കെ അടിക്കുന്ന സമയത്ത്. എന്നിട്ട് എക്സ്ട്രാസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ വെച്ച ശേഷം സാധാരണ ജോയിൻ ചെയ്യുന്ന പോലെയാണ് ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ താഴെ ഞാൻ ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തിട്ടില്ലേ, അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് നമ്മളൊന്ന് ചെരിച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം. അതേപോലെ തന്നെ 2 ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതാ അതേപോലെ നമ്മൾ വീനക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷനിൽ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അത് ഇതുപോലെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്കവിടെ കറക്റ്റ് ലെങ്ത്തിന് കിട്ടാറുണ്ട് കേട്ടോ. ഇതുപോലെ സെൻറ്റർ കണക്കാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നെക്കിൻ്റെ ഇറക്കം എത്ര വേണോ അത് കണക്കാക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 5.5 ഇഞ്ചിൽ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആ ലേസും കൂടി ഞാൻ ബാക്കിയുള്ളത് ഇങ്ങനെ മുകളിൽ വെക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ നിങ്ങൾ എടുക്കണം. എന്നിട്ട് ലാസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ വെക്കുക. എന്നിട്ട് നെക്കിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണതിന് മുന്നേ ആ ഫ്രണ്ട് പോർഷൻ കുഴിച്ചും വെട്ടാൻ മറക്കരുത്. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത ശേഷം കുർത്തിയുടെ ഫ്രണ്ട് ഏതാണോ അവിടേക്ക് കറക്റ്റായിട്ട് ആ ലെങ്ത്ത് വരുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് സ്ലീവിൻ്റെ നല്ല വശവും അതുപോലെ കുർത്തിയുടെ നല്ല വശവും കൂടി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് സെൻറ്ററിൽ നിന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആസ് യൂഷ്വൽ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതുപോലെ 2 സ്ലീവും ജോയിൻ ചെയ്ത ശേഷം താഴെ ഞാനൊരു 1/4 ഇഞ്ചിൽ ഇതുപോലെ ചെറുതായിട്ടാണ് മടക്കി അടിക്കുന്നത്. ഇവിടെയും നിങ്ങൾക്ക് ലേസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കണവർക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്തെടുക്കുക. സ്ലീവ് മുതൽ കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ. കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളുടെ സ്ലിറ്റിൻ്റെ ലെങ്ത്തിൽ നമ്മൾ 3/4 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് സീം അലവൻസ്. അവിടെ കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്തിട്ട് നിർത്തുക. അതായത് നമ്മൾ കെട്ടിട്ട് നിർത്തണം, ലോക്ക് ചെയ്ത് നിർത്തണം. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സ്ലിറ്റാണ് കൊടുക്കാൻ പോകുന്നത്. അതായത് ഇതേപോലെ നമ്മൾ ഒന്ന് ലോക്ക് ചെയ്ത് നിർത്തുക. ഇനി നമ്മൾ ലൈനിങ് 2 സൈഡും മടക്കി അടിക്കുകയാണ്. ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കിലും ഇതേപോലെ തന്നെ ചെയ്യുക. പിന്നെ സ്ലിറ്റ് അടിച്ച ശേഷമാണ് ഞാൻ മെയിൻ ക്ലോത്ത് മടക്കി അടിക്കാറുള്ളത്. ഇതുപോലെ 2 സൈഡ് ചെയ്ത ശേഷം നമുക്ക് സ്ലിറ്റ് അടിച്ചെടുക്കാം. ഇനി നമ്മൾ സ്ലിറ്റ് അടിക്കാനായിട്ട് താഴെ ഞാൻ ഒരു 3/4 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്യുകയാണ് 3/4 ഇഞ്ചിനെ. എന്നിട്ട് നമുക്ക് വലിക്കാതെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. വലിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചുളിവൊക്കെ ഫോം ചെയ്യും. അതുകൊണ്ട് വലിക്കാതെ നമ്മളിതുപോലെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ 21.5 ഇഞ്ചിലാണല്ലോ സ്ലിറ്റ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റ് അവിടെ എത്തുമ്പോൾ ഒരല്പം ഒരു 1/4 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് നമ്മൾ സൈഡിലോട്ട് എടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. അപ്പോൾ ആ തിരിക്കുന്ന സമയത്ത് ഈ സൈഡിൽ ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് അവിടെ കൊണ്ടുവന്ന് ഫൂട്ടർ നിർത്തിയിട്ട് സൂചി കുത്തി ഇറക്കിയിട്ട് ഫൂട്ടർ പൊക്കുക. എന്നിട്ട് വീണ്ടും നമ്മളിതുപോലെ മടക്കിയിട്ട് അടിക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത്. ഇതായി സ്ലിറ്റിൻ്റെ അറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് സ്ലിറ്റ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ 2 സൈഡും ചെയ്യുക. അതിന് ശേഷം ഈ മെയിൻ ക്ലോത്ത് ഒന്ന് താഴെ മടക്കി അടിക്കുക. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള വി നെക്ക് പ്ലീറ്റഡ് കുർത്തി റെഡി ആയിട്ടുണ്ട്. സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കാം. അതേപോലെ ഇതുപോലത്തെ കോട്ടൺ മെറ്റീരിയൽസ് നമ്മളുടെ കയ്യിൽ സെയിൽസിനായിട്ട് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. താങ്ക്